കോഴിക്കോട് നഗരത്തിന് പുറത്ത് നാട്ടിൻപുറത്തിന്റെ പച്ചപ്പ് ഇന്നും ബാക്കി നിൽക്കുന്ന ഒരു ഗ്രാമത്തിൽ കാന്തലോട്ട് ചന്തുവിൻ്റെയും ഈ പത്മാവതിയുടെ മകളായി 1938 ഏപ്രിൽ 4-നാണ് പി വത്സല ജനിച്ചത്. മുത്തശ്ശി പറഞ്ഞുകൊടുത്ത പഴങ്കഥകൾ കേട്ടാണ് വത്സലയുടെ കഥാബാല്യം ആരംഭിക്കുന്നത്. വർഷങ്ങൾക്കപ്പുറം വല്ലപ്പോഴും മാത്രം വന്നുപോകുന്ന ഒറ്റ ബസ്സിലോ മുത്തശ്ശിയോടൊപ്പം കുതിരവണ്ടിയിലോ നഗരം തൊട്ട് മടങ്ങിവരുന്ന യാത്രകളിലൂടെ പി വത്സലയുടെ ബാല്യകാല സഞ്ചാരങ്ങൾ ആരംഭിക്കുന്നു. കഥകളും കാഴ്ചകളും നിറഞ്ഞു പെയ്യുന്ന സമൃദ്ധമായ ബാല്യമായിരുന്നു ഈ കഥാകാരിയുടേത്. അന്ന് ഈ സ്ഥലം നഗരത്തിന് പുറത്തുള്ള ഒരു കുഗ്രാമം പോലെ, വെറും മുട്ടക്കുന്നും രാത്രി കുറുക്കന്മാരുടെ കരച്ചിലും തെങ്ങുകളും മാത്രം, വീടുകളൊന്നും ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ മാത്രം വീടേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ വിജയനായിട്ടുള്ളൊരു സ്ഥലത്ത് താമസിക്കുമ്പോഴുണ്ടാകുന്ന ചില അനുഭവങ്ങളുണ്ടല്ലോ. പിന്നെ കൂട്ടുകുടുംബത്തിൽ നിന്ന് പിരിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്ന കാലമാണ്. അന്ന് വീട്ടിൽ ഞാനും എൻ്റെ തൊട്ട ഇളയ കുട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അക്കാലത്തുള്ള ഓർമ്മകൾ അധികം ഞാൻ കഥകളിൽ എഴുതിയിട്ടില്ല. എഴുതിയത് കൂട്ടുകുടുംബത്തിലെ കഥകളാണ്. അതാണ് മനസ്സിലധികം ഇമ്പ്രസ് ചെയ്തിരിക്കുന്നത്. ബാല്യത്തിലെ യാത്രാനുഭവങ്ങൾ. യാത്ര കുട്ടിക്കാലത്തു നിന്ന് കിട്ടിയ ശീലമാണ്. എൻ്റെ അച്ഛമ്മ എല്ലാ ബന്ധു വീടുകളിലും വിരുന്നു പോകും. അവർക്ക് കുറേ കുട്ടികളും മക്കളൊക്കെ ഉണ്ട്. ഈ കുടുംബ ബന്ധങ്ങളൊക്കെ നിലനിർത്തിയിരുന്നത് അച്ഛമ്മയാണ്. മറ്റെല്ലാവർക്കും ഓരോ ചുമതലകളുണ്ടല്ലോ. അപ്പോൾ കൂട്ടിന് എപ്പോഴും എന്നെയാണ് വിളിക്കുക. എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണെന്ന് അവർ വിചാരിച്ചിട്ടോ എന്തോന്നറിയില്ല. വെക്കേഷനിലൊക്കെ പോകുമ്പോൾ അവരെന്നെ കൂടെ കൊണ്ടുപോകുമ്പോൾ അന്ന് ഇന്നത്തെ പോലെ ബസ്സൊന്നുമില്ല. കുടുംബത്തിൽ ഒരു കുതിരവണ്ടി ഉണ്ട്. ആ കുതിരവണ്ടിയിൽ പോയ ഓർമ്മകളാണ് ഇപ്പോൾ കൂടുതൽ തിളങ്ങി നിൽക്കുന്നത്. കുതിരവണ്ടി എന്ന് പറഞ്ഞാൽ രാജകീയമായിട്ടുള്ള കുതിരവണ്ടിയാണ്. സ്വർണ്ണ നിറത്തിലുള്ള കൊത്തുപണികളും റെഡ് ചുവന്ന വെൽവെറ്റിൻ്റെ സീറ്റും ഒക്കെ ആയിട്ടുള്ള വണ്ടി, കുതിരക്കാരനും. ആ കുതിരക്കാരൻ എപ്പോഴും എൻ്റെ മനസ്സിൽ നല്ലപോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട്. കുതിരക്കാരൻ ഒരു സഞ്ചിയിൽ മുതിര പുഴുങ്ങിയിട്ട് കുതിരയ്ക്ക് കൊടുക്കുന്നുണ്ടാവും ഞങ്ങൾ ചെല്ലുമ്പോൾ. ആ തീറ്റ കഴിഞ്ഞിട്ടാണ് കുതിരവണ്ടി കയറുക. പക്ഷേ കയറുന്നത് വലിയ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമാണ്. ചവിട്ടുപടി കാല് വയ്ക്കുമ്പോഴേക്കും വണ്ടി ഒട്ടാകെ ചരിയും, പിന്നോട്ട് ചരിയും. ഇപ്പോൾ വീഴുമെന്ന് വിചാരിക്കും. എന്നാൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ കിലുങ്ങിക്കൊണ്ട് പോകുന്ന ആ യാത്ര, മണികൽക്കത്തിൻ്റെ ആ ശബ്ദം, നാടൊക്കെ ഭംഗിയിൽ കണ്ടുകൊണ്ട് പോകാം. അല്ലെങ്കിൽ നടന്നിട്ട് വേണം പോകാൻ. നടന്നും പോയിട്ടുണ്ട് ധാരാളം. വയലുകളൊക്കെ താണ്ടി കുന്നും മലയൊക്കെ കയറി ഇറങ്ങിയൊക്കെ ബന്ധുവീടുകളിൽ പോയ അനുഭവമുണ്ട്. പഠിക്കാൻ പോകുന്ന കാലത്ത് 1 കൊല്ലം ഞാൻ ഇവിടുന്ന് കോഴിക്കോട് സിറ്റി വരെ നടന്നു പോയി പഠിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് ഇയർ ആകുമ്പോഴേക്കും, അടുത്ത കൊല്ലം വരുമ്പോഴേക്കും ബസ് വന്നു, ഒരു സിറ്റി ബസ്. പിന്നെ പല ബസ്സുകൾ വന്നു. അങ്ങനെ നടത്തം കുറഞ്ഞ് ഇപ്പോൾ വീട്ടു പഠിക്കുന്ന കയറാന്നുള്ള അനുഭവം. വായനയിൽ നിന്നും വഴിതെറ്റിയാണ് വത്സല എഴുത്തിൻ്റെ ലോകത്തെത്തുന്നത്. അക്ഷരമുറച്ചതു മുതൽ ഇന്നോളം വായനയുടെയും അന്വേഷണത്തിൻ്റെയും അണയാത്ത അഗ്നി അവർ മനസ്സിൽ കൊണ്ടു നടക്കുന്നു. കവിതയ്ക്കും കഥകൾക്കുമപ്പുറം, സാഹിത്യത്തിനുമപ്പുറം എല്ലാത്തരം അറിവിൻ്റെയും സ്വാതന്ത്ര്യത്തിലേക്കാണ് അവർ നടന്നു കയറിയത്. ബിരുദവും അധ്യാപന പരിശീലനവും നേടി 21-ാം വയസ്സിൽ അധ്യാപികയായി ജോലിയിൽ പ്രവേശിക്കുമ്പോൾ ജീവിതത്തെയും സ്വപ്നങ്ങളെയും സ്വന്തം കാലടിയിൽ ഉറപ്പിച്ചു നിർത്താനുള്ള പെൺനിശ്ചയത്തിൻ്റെ സാക്ഷാത്കാരമായിരുന്നു അത്. ജനിച്ചതും വളർന്നതും ഇപ്പോഴും ജീവിക്കുന്നതും കോഴിക്കോട് ജില്ലയിലെ സ്വന്തം ഗ്രാമത്തിലായിരുന്നിട്ടും വത്സലയെ വയനാടിൻ്റെ കഥാകാരിയായാണ് സഹൃദയലോകം സ്വീകരിച്ചത്. എൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ കുറേ കാലം വയനാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നാൽ, മാസത്തിലൊരിക്കലൊക്കെ വീട്ടിൽ വന്നാൽ അവിടുത്തെ കഥകൾ നമ്മളോട് പറയും. ആദിവാസികളുടെ കാര്യങ്ങൾ, അവരുടെ വിചിത്രമായിട്ടുള്ള ജീവിത രീതികൾ, അവരുടെ ദാരിദ്ര്യം, അവരുടെ ആത്മാർത്ഥത, അവരുടെ സ്നേഹം, അവരുടെ അപരിചിതമായ ഭാഷ, ഇതൊക്കെ പറയാറുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരിക്കൽ അച്ഛൻ ഒരു ചെറിയ നിലവിളക്ക് ഓട്ടിൻ്റെ വീട്ടിൽ കൊണ്ടുവന്നു. അത് ഒരു ആദിവാസി കഞ്ഞി വെക്കാൻ അരിയില്ലാഞ്ഞിട്ട് വിൽക്കുമ്പോൾ കടക്കാരൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ പണം ആദിവാസിക്ക് കൊടുത്തിട്ട് അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നു. ഇപ്പോഴും തിരുനെല്ലിയിലുള്ള എൻ്റെ കോട്ടേജിൽ ആ വിളക്ക് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മാത്രമല്ല, പ്രൈമറി ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞങ്ങളുടെ ചരിത്ര അധ്യാപകൻ അമേരിക്കയിലെ റെഡ് ഇന്ത്യൻസിനെ പറ്റി പാഠം എടുക്കുമ്പോൾ എനിക്ക് അത്ഭുതമായി. അവിടെ ആദിവാസികളുണ്ട്, നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ലോകം മുഴുവനും
ഈ വർഗത്തിൽപ്പെട്ട പഴയ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെന്ന് പറയാവുന്ന ആളുകൾ അവശേഷിക്കുന്നുണ്ട്. അവരെ കാണാനുള്ള ഒരു താല്പര്യം. പൊതുവേ എനിക്ക് യാത്രകൾ ഇഷ്ടമാണ്. അപ്പോൾ എന്തെങ്കിലും വയനാട്ടിൽ പോകണം എന്ന്. വയനാട് ഇവിടെ വളരെ അടുത്താണ്. പക്ഷെ അന്ന് യാത്രാ സൗകര്യങ്ങൾ കുറഞ്ഞപ്പോൾ അങ്ങനെ പോകാനൊന്നും പറ്റില്ല. പിന്നെ തണുപ്പ്, ഏകാന്തത, പെൺകുട്ടികൾക്കൊന്നും പോകാൻ സൗകര്യമില്ലാത്ത വീടുകൾ അതൊക്കെ ആയതുകൊണ്ട് അച്ഛൻ ഞങ്ങളെയൊന്നും കൊണ്ടുപോകില്ല. എൻ്റെ അനിയനെ ഒരിക്കൽ കൊണ്ടുപോയത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവരെ പറ്റി ഞാൻ വീണ്ടും ചിന്തിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ ഭർത്താവ് പറഞ്ഞു നമുക്ക് അവരെ നേരിട്ട് പോയിട്ട് കാണാമെന്ന്. കെ പയ്യന്നൂർ എന്ന് പറഞ്ഞ ഒരു ആദിവാസികളെപ്പറ്റി ലേഖനം എഴുതുന്ന ഒരു നല്ലൊരു എഴുത്തുകാരുണ്ട് നമുക്ക്. അദ്ദേഹം കേരളത്തിലെ ആഫ്രിക്ക എന്ന പുസ്തകം എഴുതിയ ആളാണ്. അപ്പോൾ എന്നോട് പറഞ്ഞു ശരിയായ ആദിവാസികളെ കാണണമെങ്കിൽ തിരുനെല്ലിയിൽ തന്നെ പോകണം, വയനാട്ടിൽ മറ്റ് ഭാഗത്തൊന്നും പോയിട്ട് യാതൊരു കാര്യമില്ലയെന്ന്. കാരണം മറ്റു ഭാഗങ്ങളിൽ കുടിയേറ്റക്കാരായിട്ടുള്ള കൃഷിക്കാർ വന്നിട്ട് ആദിവാസികളൊക്കെ കാടുകളിലേക്കൊക്കെ തുരത്തിയിട്ടുണ്ട്. അപ്പോൾ ഒറിജിനലായിട്ടുള്ള ആദിവാസികൾ, പഴയ ആദിവാസികൾ അതേ നിലയിൽ ജീവിക്കുന്ന ഒരേ ഒരു വയനാടൻ പ്രദേശം തിരുനെല്ലിയാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ നിഗമനം. അപ്പോൾ അവിടെ പോകാൻ റെഡി ആയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ എൻ്റെ ആദ്യത്തെ കുട്ടിക്ക്, എനിക്ക് 2 കുട്ടികളുള്ളത്, അല്ല ആദ്യത്തെ കുട്ടിക്ക് 5 മാസമേ ഉള്ളൂ അന്ന് പ്രായം. അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് കാട്ടിൽ പോകുക എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടുകാരൊന്നും സമ്മതിക്കില്ല. വീട്ടുകാരോടൊന്നും ചോദിച്ചില്ല. കല്യാണം കഴിച്ചാൽ പിന്നെ ഇപ്പോൾ നമ്മൾ രണ്ടാളും തീരുമാനിക്കുന്നതാണല്ലോ കാര്യങ്ങൾ. അങ്ങനെ 1 മാസം മുഴുവനും ആ യാത്രയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രിപ്പയർ ചെയ്തു. എന്ന് പറഞ്ഞാൽ ഉപ്പല്ലാത്ത എല്ലാ സാധനവും ഇവിടുന്ന് കൊണ്ടുപോകും. കുഞ്ഞ് ഇവിടെ ഇല്ലല്ലേ. അപ്പോൾ ആദിവാസികൾ താമസിക്കുന്ന വെറും വനഭൂമി ആയതുകൊണ്ട് എല്ലാ സാധനവും കുട്ടിക്ക് വേണ്ട പ്രത്യേകിച്ചും കൊണ്ടുപോയി 1 മാസം ജീവിക്കാനുള്ളത്. അരിയും വേണ്ട, കാരണം നെല്ല് വിളയുന്ന ഭൂമിയിലേക്കാണ് പോകുന്നത്, മറ്റെല്ലാ സാധനങ്ങളും. അങ്ങനെ 1 മാസം പാക്ക് ചെയ്ത് ഏപ്രിൽ 2-ാം തീയതി 1967 ആണ് ഞങ്ങൾ ആദ്യം വയനാട്ടിൽ പോകുന്നത്. മാനന്തവാടി എത്തിയാൽ മതി എന്നാണ് ഞങ്ങളെ വിചാരം കേട്ടോ. അവിടെ നിന്ന് 31 കിലോമീറ്റർ കാട്ടിലേക്ക് പോകണം. അതിന് ഒരു ജീപ്പ് ഏർപ്പാട് ചെയ്യുന്നുണ്ട്. അന്ന് ബസ്സുകളൊന്നുമില്ല, സ്പെഷ്യൽ ജീപ്പ് നമ്മൾ വിളിച്ചു പോകണം. അപ്പോൾ ജീപ്പിന് ഒരു ഗൈഡിന് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോഴാണ് ഈ ഗൈഡ് എന്ന് പറയും, ഒരു ആദിവാസി ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ അന്ന് പറയാവുന്ന ഒരു ആൾ, ആകെ ഒരാളെ ഉള്ളവരുടെ ഇടയിൽ അങ്ങനെ പഠിച്ചുള്ളൂ. അയാളെ കൂട്ടിനയച്ചിട്ട് അപ്പോൾ സന്ധ്യ ആയിട്ടുണ്ട്. സന്ധ്യയ്ക്ക് മാനന്തവാടി നല്ല തണുപ്പാണ്. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ സന്ധ്യയ്ക്ക് തന്നെ ബ്ലാങ്കറ്റൊക്കെ ഇടേണ്ട തണുപ്പ്, ഏപ്രിൽ മാസമായിട്ടും. അപ്പോൾ ഞങ്ങൾ ജീപ്പിൽ പോയി ഒരു 3/4 ഭാഗം കഴിഞ്ഞപ്പോൾ ബേഗൂർ കാട്ടിലെത്തിയപ്പോൾ ഭയങ്കര മഴ കൊരിച്ചിരിയാൻ തുടങ്ങി. വേനൽമഴ എന്ന് പറഞ്ഞാൽ ഇടി, മിന്നൽ, ആലിപ്പഴ വർഷം. ഇത്ര വലിയ വലിപ്പമുള്ള ഐസിൻ്റെ കട്ടകൾ ഇങ്ങനെ ജീപ്പിൻ്റെ പുറത്ത് ടപ്പ് 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 എന്ന് പറഞ്ഞ് വീഴാൻ തുടങ്ങി. അപ്പോൾ ഡ്രൈവർക്ക് പേടിയായി. ഡ്രൈവർ പറഞ്ഞു ഇങ്ങനെ മഴ പെയ്യുമ്പോൾ കാട്ടാന റോഡും തന്നെയാണ് നിൽക്കുക, ഇനി എനിക്ക് അങ്ങോട്ട് പോകാൻ ധൈര്യമില്ലായിരുന്നു. അപ്പോൾ ഇരുടായി വരുന്നുണ്ട് കാട്ടിലായതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരു സന്ധ്യയ്ക്ക് അവിടെയുള്ള ഏക ജന്മി ഭവനാണ്, ആ നാട്ടിലെ ഭൂമി മുഴുവൻ ആ ജന്മിയുടെ അന്ന്. അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്ത് വരെ ജീപ്പ് പോകുള്ളൂ. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ വേണമെങ്കിൽ നടക്കണം. വീട്ടുമുറ്റത്ത് പോയി ഇറങ്ങിയപ്പോൾ കുഞ്ഞൊക്കെ വലിയ അവശയായിട്ടുണ്ട്, 5 മാസമല്ലേ ഉള്ളൂ. അപ്പോൾ ചെന്ന ഉടനെ ജന്മിയൊക്കെ ആയതുകൊണ്ട് തിളച്ച് കിടക്കുന്ന പാലൊക്കെ റെഡിയാണ് അവിടെ. അതൊരു ബോട്ടിൽ നിറച്ചും പാലൊഴിച്ച് കുട്ടിക്ക് കൊടുക്കാൻ തന്നു. ഞങ്ങളൊക്കെ ചായയൊക്കെ കഴിച്ചു. അവിടെ അന്നൊരു പിറന്നാൾ എന്തോ നടക്കുകയായിരുന്നു. അപ്പോൾ പായസമൊക്കെ കുടിച്ചു. പിറന്നാളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം വേറൊരു പണിക്കാരനെയും കൂട്ടിയിട്ട് ഞങ്ങൾക്ക് ഏർപ്പാട് ചെയ്തിരിക്കുന്ന പുഴയ്ക്ക് അക്കരെ എന്ന് പറഞ്ഞാൽ ബാവലി പുഴയുടെ അക്കരെയുള്ള വെറും കാടാണ് അവിടെ. ആ കാട്ടിലേക്ക് അവിടെ ഒരു ജന്മിഭവനുണ്ട്. അവിടുത്തെ മാഷാണ് ഞങ്ങൾക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പാട് ചെയ്തു. അപ്പോൾ ഞങ്ങൾ തോണിയൊന്നും ഇല്ല, പുഴ കിടക്കണം. പുഴ കിടക്കുക പറഞ്ഞാൽ കണ്ടാലും ആഴമൊന്നുമില്ല, പക്ഷേ നെരിയാണിക്ക് കണങ്കാലിന് വരെ വെള്ളം ഉണ്ടാവുള്ളൂ. നിറയെ വഴുക്കുന്ന കല്ലുകളായിരിക്കും. അത് ക്രോസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നല്ല വിഷമമുള്ളൊരു കാര്യമാണ്. അത് കടന്ന് ഒരിക്കൽ മാഷ് കുട്ടിയെ എടുത്തിട്ടുണ്ട്. പിന്നെ വീഴാനൊക്കെ പോയി, എന്നാലും കുട്ടിയെ കയ്യിലുള്ളതുകൊണ്ട് എങ്ങനെ വീഴാതെയൊക്കെ രക്ഷപ്പെട്ട് അവിടെ എത്തി.